നമസ്കാരം. എനിക്ക് എത്ര സമയം സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ലിമിറ്റും ഉണ്ടോ? അല്ല, രാവിലെ യൂട്യൂബിൽ ചന്ദ്രസേൻ സാർ 6:30 മണിക്ക് നിങ്ങളെല്ലാം തിരിച്ചയക്കാം എന്നൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ 5:38 അല്ലേ? അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്രയും ആളുകളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു 6-7 മിനിറ്റ് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഒരു 6:30 വരെ സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ചും കൂടി പോകും. അതുകൊണ്ട് കാരണം ഈ പുസ്തകം ഞാൻ മുഴുവനായിട്ട് വായിച്ചു. ആദ്യം ചന്ദ്രസേൻ സാറിന് ബിഗ് സല്യൂട്ട് ഉണ്ട്. ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇങ്ങനെ ഒരു പുസ്തകം നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അദ്ദേഹം എഴുതി, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് വിവരിച്ചു. ഇനി ഈ ഇരിക്കുന്ന നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഈ പുസ്തകം വാങ്ങുക, പുസ്തകം വായിക്കുക, മറ്റുള്ളവർ കൊണ്ട് വായിക്കാൻ പ്രേരിപ്പിക്കുക. പ്രത്യേകിച്ച് ഇനി വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറയെ ഇത് വായിച്ച് കേൾപ്പിക്കുക എന്ന് പറയുന്നൊരു ദൗത്യം ഏറ്റെടുക്കേണ്ട ചുമതല നമ്മുടേതാണ്. കാരണം ഈ പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. വെളിച്ചത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കവിതയെ ആസ്പദമാക്കിക്കൊണ്ടൊരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്. ടാഗോറിൻ്റെ ഒരു വിനോദമോ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെയോ ഒരു ഭാഗമായിട്ട് അദ്ദേഹം എല്ലാ രാത്രികളിലും തൻ്റെ ഹൗസ് ബോട്ടിൽ ഒരു നദിയിലൂടെ യാത്ര ചെയ്ത് വനാന്തരത്തിൽ ആ നദിയിൽ ഹൗസ് ബോട്ട് പാർക്ക് ചെയ്ത് നിർത്തിയിട്ടിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പുസ്തകം, ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിൽ പുസ്തകം വായിക്കുക എന്ന് പറയുന്നൊരു ശീലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരു രാത്രി, നല്ല നിലാവുള്ള രാത്രിയാണ്, അദ്ദേഹം തൻ്റെ ഹൗസ് ബോട്ടിൽ ഒറ്റയ്ക്ക് ആ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്ത് ഒരു വനാന്തരത്തിൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഒരു മുമ്പിലിരിക്കുന്ന ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലെസൺ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാതെ മാനസികമായിട്ട് ആ പുസ്തകം ഗ്രഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വന്ന സമയത്ത് അദ്ദേഹം ആ പുസ്തകം താഴെ വെച്ച് ആ മെഴുകുതിരി ഊതിക്കെടുത്തി. ആ ഊതിക്കെടുത്തിയ സമയത്ത് അദ്ദേഹം കണ്ടു, ആ ഹൗസ് ബോട്ടിൻ്റെ ജനലഴികൾക്കിടയിലൂടെ നിലാവെളിച്ചം അകത്തേക്ക് ഇങ്ങനെ ഉറഞ്ഞൊഴുകി വരുന്ന അദ്ദേഹം കണ്ടു. അത്രയും സമയം അദ്ദേഹം ആ നിലാവെളിച്ചം കണ്ടിട്ടില്ലായിരുന്നു. മെഴുകുതിരിയുടെ വെട്ടം മാത്രമേ കണ്ടിരുന്നുള്ളൂ. അദ്ദേഹം പുറത്തേക്ക് നോക്കുമ്പോൾ ഇലത്തുമ്പിലൊക്കെ ഈ മഞ്ഞുതുള്ളികൾ ഒട്ടിപ്പിടിച്ചിട്ട് പോലെ ഈ നിലാവെളിച്ചം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ആ പുഴയിലൂടെ വെള്ളം പാല് പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു, ആ നിലാവെളിച്ചം എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മുന്നിലുള്ള ആ മെഴുകുതിരിയുടെ വെളിച്ചമാണ് വെളിച്ചം എന്ന് ഞാൻ ധരിച്ചപ്പോൾ ആ നിലാവെളിച്ചം എന്നിലേക്ക് കടന്നു വരാൻ മടിച്ചു നിന്നു. എപ്പോഴാണോ ഞാൻ ആ മെഴുകുതിരിയുടെ വെട്ടം ഊതിക്കെടുത്തിയത്, ആ സമയത്ത് ആ വെളിച്ചം എന്നിലേക്ക് പതഞ്ഞൊഴുകി വന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ, കാഴ്ചകൾ, ഇതിൻ്റെ എല്ലാം സത്യം അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും നിലാവെളിച്ചം പോലെ അവിടെയുണ്ട്. പക്ഷെ ഇതിന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതെ നമ്മുടെ ഉള്ളിലുള്ള അറിവാണ് അറിവ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്നത്. സത്യം തുറന്ന് പറയാൻ പലരും മടിച്ചു നിൽക്കുന്നൊരു കാലഘട്ടമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്ന് പേടിക്കുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്നൊരു സമൂഹം, 99% അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി. വളരെ ശാസ്ത്രീയമായി എന്താണോ നടക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ശ്രീ ചന്ദ്രസേൻ മിതൃമല ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ഞാൻ പുസ്തകത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല, സാറ് ധാരാളം പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഒരു ചന്ദ്രേട്ടൻ ഉണ്ടായിരുന്നു. ചന്ദ്രസേൻ സാറിന് അറിയാം ചന്ദ്രേട്ടനെ. ചന്ദ്രേട്ടൻ ബോംബെയിലായിരുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരനായിരുന്നു. ചന്ദ്രേട്ടൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്തിരുന്നത് ആദ്യകാലത്ത്. റെയിൽവേയിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. നല്ല സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരു അന്തരീക്ഷമായിരുന്നു. നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു. ഈ ചന്ദ്രേട്ടന് പിന്നീട് 1996 ഹുണ്ടായി കമ്പനി തുടങ്ങിയ സമയത്ത് ബോംബെയിൽ അതിൻ്റെ മാനേജറായിട്ട് ജോലി കിട്ടി. കുറച്ചുകൂടി നല്ല ശമ്പളമായി. അങ്ങനെ അദ്ദേഹം
ജുഹു ബീച്ചിൽ ഒരു ഫ്ലാറ്റൊക്കെ ഒരു വീടൊക്കെ സ്വന്തമായിട്ട് മേടിച്ചു. നമ്മുടെ KJ യേശുദാസ് ദാസേട്ടൻ്റെ ഏറ്റവും അടുത്ത സഹോദര തുല്യനായിട്ടുള്ള ഒരാളായിരുന്നു ചന്ദ്രേട്ടൻ. മുംബൈയിലാണ് അദ്ദേഹം താമസിക്കുന്നത്, ജുഹു ബീച്ചിലാണ്. ദാസേട്ടൻ ഈ ഗോരിത്തര ഒക്കെ പാടുന്ന കാലത്ത് ചന്ദ്രേട്ടൻ വീട്ടിൽ നിന്നുകൊണ്ടാണ് റെക്കോർഡിങ്ങിന് പോകുന്നത്. അതുപോലെ തന്നെ ആശാ ഭോസ്ലയുടെ മാനേജറായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. ഇങ്ങനെ ഏറ്റവും ഉന്നതമായ പദവിയിൽ നിൽക്കുന്ന ചന്ദ്രേട്ടൻ, ഈ ചന്ദ്രേട്ടനെ നാഗമാണിക്യം എന്ന് പറയുന്ന ഒരു സാധനം മുന്നിൽ അവതരിപ്പിച്ച് ഈ ചന്ദ്രേട്ടനെ ദുബൈയിലേക്ക് വലിയ വീടൊക്കെ മേടിക്കാം, നിങ്ങൾ ഇവിടെയല്ല താമസിക്കേണ്ടതെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നാഗമാണിക്യത്തിൻ്റെ സവിശേഷത എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഈ ചന്ദ്രേട്ടനെ 4.5 കോടി രൂപ ഈ നാഗമാണിക്യത്തിൻ്റെ കമ്പനി ആ കാലത്ത് പിടിച്ചു. 4.5 കോടി രൂപ. ചന്ദ്രേട്ടൻ്റെ വീട് പോയി, ഹുണ്ടായി കമ്പനിയുള്ള ജോലി രാജിവെച്ചു, എല്ലാം നഷ്ടപ്പെട്ടു ചന്ദ്രേട്ടൻ. ഞാൻ ചന്ദ്രേട്ടനെ പരിചയപ്പെടുന്ന സമയത്ത് ചന്ദ്രേട്ടൻ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അപാരമായ ബുദ്ധിവൈഭവം എല്ലാം നഷ്ടപ്പെട്ട് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ കാലത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. ഞാനിവിടെ എൻ്റെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രേട്ടൻ ആദ്യം ഞാൻ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമായിട്ടൊരു ബന്ധമായി. ഈ കഥ ചന്ദ്രേട്ടൻ ഏതൊരു ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ തുറന്ന് പറയുന്നത്. ചന്ദ്രേട്ടൻ ഇപ്പം ഇല്ല, ചന്ദ്രേട്ടൻ മരിച്ചുപോയി. ഇങ്ങനെ ചന്ദ്രേട്ടൻ തകർന്ന് തരിപ്പണമായതിൻ്റെ അവസാനം എവിടെയാണ് അവസാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രേട്ടൻ ഇതിൻ്റെ പ്രഷർ സഹിക്കാൻ പറ്റാതെ കണ്ടമാനം പണം ഇവിടുന്ന് കടമായി അടിച്ച് എല്ലാം തകർന്ന് തരിപ്പണം. ആ കാലത്ത് 4.5 കോടിയൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ ആലോചിക്കണം. ഈ ചന്ദ്രേട്ടൻ കൊച്ചിയിൽ ഇതിൻ്റെ ഒരു ഡിപ്രഷനിലാകെ മുറുകിക്കിടക്കുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസറെ കണ്ടു. ആ പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഒരു നിങ്ങൾക്കറിയാവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയ സുഹൃത്താണ്. വലിയ ഉന്നത ശ്രേണിയിൽ ആളുകളൊക്കെ ചന്ദ്രേട്ടൻ ബന്ധമുണ്ട്. അങ്ങനെ മുറിയിൽ താമസിക്കുന്ന സമയത്ത് ഇദ്ദേഹം ചോദിച്ചു, ചന്ദ്ര എന്താ പ്രശ്നം, നീ ഇങ്ങനെ ആകെ തകർന്നു പോയിരിക്കുന്നത് എന്താ പ്രശ്നം? ചന്ദ്രേട്ടൻ ഇതാരോടും പറയാൻ പാടില്ല, കാരണം എല്ലാം അങ്ങനെയാണ്. ഇതിൻ്റെ തട്ടിപ്പുകളുടെ മുഴുവൻ പിന്നിൽ നമ്മൾ മറ്റൊരാളോടും പറയാൻ പാടില്ല. അതാണ് ഒരു ആദ്യത്തെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ചന്ദ്രേട്ടൻ അവസാനം പിടികിട്ടാതെ ചന്ദ്രേട്ടൻ പറഞ്ഞു, ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ആ പോലീസ് ഓഫീസർ പറഞ്ഞു, ചന്ദ്ര എൻ്റെ 25 ലക്ഷം പോയി കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. നീ ഇപ്പോഴെങ്കിലും പോയിട്ട് കോയമ്പത്തൂരാണ് നിൻ്റെ സ്ഥലം. ഇത് കളക്ടറുടെ മുമ്പിൽ വെച്ചും മന്ത്രിമാരുടെ മുമ്പിൽ വെച്ചൊക്കെയാണ് പണമൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്ന എഗ്രിമെൻ്റ് എഴുതുന്ന MOU ഉണ്ടാക്കുന്നതൊക്കെ അങ്ങനെയാണ്. കോയമ്പത്തൂർ പോയിട്ട് ആ പൈസ മേടിക്കാൻ വേണ്ടി പറഞ്ഞു. ചന്ദ്രേട്ടൻ വിളിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് ആ പൈസ തിരിച്ചു വേണം, എനിക്ക് നാഗമാണിക്യം വേണ്ട എന്ന് തീരുമാനിച്ചത്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഈ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു റേസ് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നാഗമാണിക്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ലൈറ്റ് പോകുന്നത് സ്കെയിൽ വെച്ചാണ് അളക്കുന്നത്. അപ്പോൾ വേറൊരാൾ വന്നതിന് ശേഷം അതിനേക്കാൾ നിങ്ങളെ കൂടിയത് കാണിക്കും, കുറച്ചുകൂടി പണം കിട്ടുമല്ലോ. ഇങ്ങനെയാണ് ഇതിനെങ്ങനെ കൊണ്ടുപോകുന്നത്. ഇതൊരു ഭയങ്കര ടെക്നോളജിയാണ്. എന്തായാലും ചന്ദ്രേട്ടൻ കോയമ്പത്തൂർ പോയി. ചന്ദ്രേട്ടനെ അവിടെ സുഖമായിട്ടൊരു കാറിൽ അവർ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ വളരെ കൂളായിട്ട് വന്നു, ഒരു തോക്കെടുത്ത് ചന്ദ്രേട്ടൻ്റെ കരുത്തിൽ വെച്ചു. ചന്ദ്ര, എനിക്ക് 2 മക്കളെ വേണോ, പൈസ വേണം. ചന്ദ്രേട്ടൻ ആലോചിച്ചു, മക്കൾ മതിയെന്ന് ആലോചിച്ചു. ചന്ദ്രനെ കൊണ്ടുവിടും. ചന്ദ്രൻ തിരിച്ചു. ആ ചന്ദ്രേട്ടൻ ഇതേ ദുഃഖഭാരത്തോടുകൂടി മരിച്ചു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരി ചന്ദ്രസേനൻ്റെ നിർമ്മല പലതവണ എഴുതിയിട്ടുണ്ടായിരുന്നു. അറിവുള്ളവരുടെ അന്ധവിശ്വാസം അറിവില്ലാത്തവരുടെ അന്ധവിശ്വാസത്തെക്കാൾ എത്രയോ മാരകമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചന്ദ്രേട്ടന് ബുദ്ധിയുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രേട്ടൻ്റെ അന്ധവിശ്വാസം ചന്ദ്രേട്ടനെ എവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ 2 പേരും കൂടി ഇടപെട്ട ഒരു കാര്യമുണ്ട്, ഒരു മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ. ഈ പുസ്തകത്തിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറഞ്ഞത് പണ്ട് കാലത്തൊക്കെ കണ്ണുകെട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കൽ എന്ന് പറയുന്ന വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ തന്ത്രം. കണ്ണുകെട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് കെട്ടി അടച്ചിട്ടൊന്നും മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഇടിച്ചാവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടേ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ സാധിക്കുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ പോലും മോട്ടോർ സൈക്കിൾ അപകടം പറ്റുന്ന കാലത്ത് കണ്ണ് കെട്ടിക്കൊണ്ടെങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ കണ്ണ് കെട്ടുന്നു എന്നൊരു ധാരണ ഓഡിയൻസിൽ ഉണ്ടാക്കുന്നു. സുഖമായിട്ട് നിങ്ങൾ കാണുന്ന അതേ കാഴ്ചയോടുകൂടി നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും മനസ്സിലാക്കുന്നത് മാജിക്കിൻ്റെ സീക്രട്ടാണ്. ഞാൻ ആ സീക്രട്ടിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പോൾ ആക്ച്വലി ആ ഒരു ദിവസം ഒരു മാഡം എൻ്റെ അടുത്ത് പൂജപ്പുരയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇവിടെ ഞങ്ങൾ സെൻറ്റർ തുടങ്ങുന്നുണ്ട്, മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സെൻറ്റർ തുടങ്ങുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ അവരുടെ 6ാം ഇന്ദ്രിയം 7ാം ഇന്ദ്രിയം അല്ലേ 7ാം ഇന്ദ്രിയം ഓപ്പൺ ആവുന്നൊരു പരിപാടിയാണ്. പുസ്തകത്തിനകത്ത് ഒന്നുമില്ല. വിവേകാനന്ദനെ കുറിച്ച് സാറ് കേട്ടിട്ടില്ലേ? വിവേകാനന്ദൻ പുസ്തകം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പുസ്തകത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും, ഇതൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ പുസ്തകം കൊടുത്താൽ മതി, പുസ്തകത്തിനകത്തുള്ള കാര്യങ്ങളെല്ലാം പറയുമെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കാണിക്കാൻ പറ്റുമോ? എൻ്റെ റൂമിലിരിക്കുകയാണ്. പിന്നെന്താ കാണിക്കുന്ന ഒരു പ്രശ്നമില്ലാന്നോ?
ഉടനെ തന്നെ കുട്ടിയുടെ കണ്ണ് കെട്ടി കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ മുമ്പിൽ ഒരു സാധനം, ഒരു കാറിന് എന്തോരം വെച്ചതിന് ശേഷം ചോദിച്ചു, ഇതെന്താ മോളായിട്ട് പറയാം. ഇത് ആക്ച്വലി മാജിക്കിന് ഉപയോഗിക്കുന്ന, കണ്ണുകെട്ടി മോട്ടോർ സൈക്കിളിന് ഉപയോഗിക്കുന്ന അതിൻ്റെ അത് ഒരു 100 ആണെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഒരു 10. ചെറിയൊരു ടെക്നിക്ക്. എനിക്കത് വല്ലാത്ത വിഷമം തോന്നി. ഈ സാധനം വെച്ചുകൊണ്ട് ആളുകൾ, പക്ഷേ നമ്മുടെ ഒരു പ്രസ് കോൺഫറൻസ് ഇതിനെതിരെ പ്രസ് ക്ലബിൽ നടത്തിയ സമയത്ത് യു വോണ്ട് ബിലീവ്, ആ സമയത്ത് ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു അച്ഛൻ സ്റ്റേജിലേക്ക് കയറി വന്ന് അവിടെ ഉണ്ടാക്കിയ ബഹളം. ഇതിന് ശേഷം ഒരാഴ്ച എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല. സിംഗപ്പൂരിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന് വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങളെ തട്ടുമെന്ന് പറയുന്നു. ഇങ്ങനെ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന, അതുകൊണ്ട് ഇതുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു വലിയ ശൃംഖല, ഒരു കറുത്ത ഗ്രൂപ്പ് മുഴുവൻ എവിടേക്കോ ലോകത്തിൻ്റെ അത്രമാത്രം അഗാധമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം ഒരു പുസ്തകം എഴുതി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കാണിച്ച ആ സന്മനസ്സിനാണ് ഞാൻ സല്യൂട്ട് ചെയ്യുന്നത്. കാരണം ഇത് നമ്മുടെ ആവശ്യമാണ്. എനിക്ക് എഴുതാൻ പറ്റില്ല ഇത്രയും കാര്യമായിട്ട്, കാരണം ഇതിനെ ഒന്ന് സെർച്ച് ചെയ്യാനൊന്നും എനിക്കിതിനെ അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഒറ്റ യാത്രയിലാണ്, ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് പോയ സമയത്ത് ഒറ്റ യാത്രയിലാണ് ആ പുസ്തകം മുഴുവൻ വായിച്ചത്. ഞാൻ ആ പുസ്തകം വായിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അവിടുന്ന് വിചാരിച്ചു, എങ്ങനെ ഈ മനുഷ്യരിതെല്ലാം കൂടി എഴുതി കൂട്ടി, അത്രമാത്രം ഗഹനമായിട്ട് ഇതിനെ പറ്റി പഠിച്ചാറ്. അതിനകത്ത് ഒരു വാക്ക് പറഞ്ഞ പോലെ ഒരു വാക്ക് പോലും അതിനകത്ത് മാറ്റിവെക്കാനില്ല, ഒരു വാക്ക് പോലും അധികമില്ല. കൃത്യമായിട്ട് എന്താണോ പറയേണ്ടത് ആ പറയേണ്ട ഭാഷയിൽ നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ വളരെ വിനയത്തോടു കൂടി പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും അത് എന്താ പറയുക, ഒരു അഹങ്കാരത്തോടുകൂടി പറയും, വളരെ വിനയത്തോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുക, സമൂഹമേ നിങ്ങൾ ഇനിയെങ്കിലും അബദ്ധത്തിൽ പോയി ചാടാതിരിക്കൂ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഭാഷയിൽ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പുസ്തകം ചിന്ത ഇത് പുറത്തിറക്കാൻ കാണിച്ച ആ ഒരു ധൈര്യമുണ്ട്, അതിനും ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ. കാരണം അത് വലിയ കാര്യമാണ്. കാരണം മറ്റൊരു പുസ്തകം മാതിരി, ഒരു നോവൽ മാതിരിയല്ലേ അതിനകത്ത് അല്ല ഈ പുസ്തകം. ഈ പുസ്തകം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രമാത്രം ആളുകളിൽ നിങ്ങൾ 1, 2, 3 കോപ്പി മേടിക്കും, എന്നിട്ട് ആർക്കെങ്കിലും നിങ്ങൾ ഗിഫ്റ്റായിട്ട് പുസ്തകം കൊടുക്കുന്ന സമയത്ത് ഈ പുസ്തകം കൊടുക്കും. കാരണം അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. ഞാൻ ഈ പണ്ട് മുതൽ മാജിക്ക് കാണിക്കുന്ന സമയത്ത് ഞാനും ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സ്റ്റേജിലും പരസ്യമായിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മുഴുവൻ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ അന്തരീക്ഷം ഭസ്മെടുക്കുന്നതും ശിവലിംഗം ഛർദ്ദിക്കുന്നതും. കാരണം മാജിക്ക് കാണിക്കുന്ന നമ്മളെ സംബന്ധിച്ച്, ഷാജി അവിടെ ഇരിക്കുന്നുണ്ട്, മാജിക്ക് കാണിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇതിൻ്റെ സീക്രട്ട് എന്താണെന്നുള്ളത്. ആ സീക്രട്ട് ഉപയോഗിച്ചുകൊണ്ട്, മാജിക്കിൻ്റെ ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അമാനുഷിക സിദ്ധിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിച്ചെന്ന് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും. നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം ഈ മാജിക്കിൻ്റെ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. ഇങ്ങനത്തെ ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനം അന്തരീക്ഷം അതുപോലെ തന്നെ ഭസ്മം സൃഷ്ടിച്ചതിന് ശേഷം പറയും ഇത് കയ്യടക്കമാണ്, കയ്യടക്കത്തിലൂടെ സൃഷ്ടിക്കാവുന്ന കാര്യമാണ്. ഞാൻ അടുത്ത കാലത്ത് നേരിട്ടൊരു കാര്യം പറയാം. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അറ്റാക്ക് വന്നിരിക്കും കഴിഞ്ഞ വർഷം. എന്നെ എല്ലാവരും കൂടി ഇട്ടിട്ട് കുടഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരാൾ എനിക്കെതിരെ വളരെ രൂക്ഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. അദ്ദേഹം ഈ പാതിവിരൽ തട്ടിപ്പിൻ്റെ പേരിൽ പിന്നീട് അറസ്റ്റിലായി. അപ്പം ഞാനുമായിട്ട് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ, എൻ്റെ പ്രൊഫഷൻ തമ്മിലൊരു ബന്ധുവില്ല. പിന്നെ എന്തിനാണ് ഈ മനുഷ്യൻ എനിക്കെതിരെ എഴുതുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിൻ്റെ ഡയറക്ടർമാരുടെ ഒരാളോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ഒന്ന് ചോദിക്കരുത്, തുരത്തിനാണ് അദ്ദേഹം എന്നെ ആക്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വീഡിയോ അയച്ചു കൊടുത്തു. ആ വീഡിയോ എന്ന് പറയുന്നത് പണ്ട് ഞാൻ ഷോ നടത്തിയ സമയത്ത് ഷോയിലുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട്, നമുക്ക് സത്യം തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊക്കെ അറിയാം ഇതിനകത്ത്. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, നമ്മളായിട്ട് ഇത്തരം കാര്യങ്ങൾ ദയവായിട്ടൊന്ന് പെടാതിരിക്കുക. ഒന്ന്, ഈ നാഗമാണിക്യവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം പരസ്യമായിട്ട് ഇത് മുഴുവൻ നടക്കുന്നത് ഡിജിറ്റൽ അറസ്റ്റ് അല്ലേ? ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പേരിൽ ഇതൊക്കെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല, അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ബിഷപ്പടക്കം അതിൻ്റെ മുമ്പിൽ പോയിട്ട് കയ്യിലുള്ള പൈസ മുഴുവൻ കിടക്കും. പൈസ പോയാൽ വിത്തിൻ സെക്കൻഡ് പോകും. ഞാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ ഡിജിറ്റൽ അറസ്റ്റിനെതിരെ ഇത്തരം പിന്നെ എന്താ പറയുക, ഡിജിറ്റൽ തട്ടിപ്പുകൾക്കെതിരെയുള്ളൊരു പ്രോഗ്രാം കേരളത്തിലൂടെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ എന്തിനാണ് ഈ തലവെച്ച് കൊടുക്കുന്നത്? അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും വരികയാണ്. നമ്മുടെ ഉള്ളിൽ നമുക്കെല്ലാം അറിയാം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ മെഴുകുതിരി വെട്ടത്തിന് ദയവായിട്ട് ഊതിക്കെടുത്തി കഴിഞ്ഞതിന് ശേഷം ഈ പുസ്തകം എന്ന് പറയുന്നത് നിലാവാണ്. ആ നിലാവിനെ തുറന്നു വെച്ച് വായിക്കും.
വായിച്ചു കഴിഞ്ഞിട്ട് ആ നിലാവെളിച്ചം ഉള്ളിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുക്കും. നിങ്ങളുടെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കും. അവരെങ്കിലും ഇനി ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ദയവായിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അതിൻ്റെ വക്താക്കളായിട്ട് പ്രവർത്തിക്കാമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനകത്ത് ജാലവിദ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. മാജിക് എന്ന് പറയുന്ന കലയുടെ സവിശേഷത എപ്പോഴും ഞങ്ങൾ പറയാറുള്ളത് ശാസ്ത്രത്തിന് ഒരു പടി മുന്നിലാണ് മാജിക് നടക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയല്ല. കാരണം ശാസ്ത്രം കടന്നു വരുമ്പോഴത്തേക്ക് മാജിക്കുകാരൻ എന്ത് ചെയ്യണം? രഹസ്യം മനസ്സിലാക്കപ്പെടുന്നു എന്നുള്ളത് കുറച്ചുകൂടി മുന്നിലേക്ക് പോയേ പറ്റുള്ളൂ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മാജിക്കുകളാണ്. ഇനി അത് എല്ലാവർക്കും അറിയുമ്പോഴത്തേക്ക് നമ്മൾ പുതിയൊരു തലത്തിലേക്ക് കണ്ടെത്തും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡേവിഡ് കോപ്പർഫീൽഡ് പണ്ട് കാണിച്ചിരുന്ന മാജിക് ഉണ്ടായിരുന്നു. ആ മാജിക്കിനകത്ത് മൈക്കിൻ്റെ ഇതുപോലെയുള്ളൊരു കോഡുമായിട്ട്, അന്ന് ഈ കോഡ്ലെസ് മൈക്ക് ഇറങ്ങിയ സമയമാണ്. ആർക്കും കോഡ്ലെസ് മൈക്കിനെ പറ്റി അറിയില്ല, അത്ര പ്രചാരത്തിൽ വന്നിട്ടില്ല. ഡേവിഡ് കോപ്പർഫീൽഡ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഈ മൈക്കിൻ്റെ അറ്റത്ത് ഇതുപോലെ ലീഡ് ഉണ്ടാവും. പക്ഷേ ആക്ച്വലി ഇത് കോഡ്ലെസ് മൈക്കാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ശബ്ദം വരില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹം ഒരു പെയർ ഓഫ് സിസേഴ്സ് എടുത്തതിന് ശേഷം ഈ ലീഡ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടാണ് വലിച്ചെറിഞ്ഞിട്ട് കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്ന സംസാരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരും. ആക്ച്വലി ഇറ്റ്സ് കോഡ്ലെസ് മൈക്ക്. ജനങ്ങൾ മുഴുവൻ കൈയടിക്കും. അപ്പം ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിൻ്റെ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് മാജിക്കുകാരൻ മാജിക് കാണിക്കുന്നു. ശാസ്ത്രം അവിടത്തേക്ക് കടന്നു വരുന്ന സമയത്ത് വെളിച്ചം അവിടത്തേക്ക് വിതരണം കുറച്ചുകൂടി മുന്നിലേക്ക് പോകും. ഇവിടെ ചെയ്യുന്നത് ഈ മാജിക്കിനകത്ത് ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ, ശാസ്ത്രത്തിനകത്തുള്ള തന്ത്രങ്ങൾ, മാഗ്നറ്റിക് ബെഡ് മറ്റൊന്ന് മറിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഒരു തീരുമാനം എടുത്താൽ മതി. ഞാനായിട്ട് ഇത്തരം അബദ്ധത്തിൽ പോയി ചാടില്ല, എൻ്റെ മക്കളായിട്ട് ഇത്തരം അബദ്ധത്തിൽ പോയി ചാടില്ല. അതുകൊണ്ട് തിങ്ക് അഗെയിൻ. വീണ്ടും വീണ്ടും നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന, നിങ്ങളെ അന്ധവിശ്വാസത്തിൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വിഭാഗം അതിശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളായിട്ട് അതിനകത്ത് പോവില്ല എന്നുള്ളതും, നമ്മുടെ സുഹൃത്തുക്കൾ അതിലേക്ക് പോകരുത് എന്നുള്ളതും, നമ്മുടെ വീട്ടുകാർ അതിനകത്തേക്ക് പോകരുത് എന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മളെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ലോകം നന്നാവും. അല്ലെങ്കിൽ ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ പുസ്തകത്തിന് വീണ്ടും നമ്മളെല്ലാവരും ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കയ്യടി മാത്രം പോരാ, ഈ പുസ്തകം നമ്മൾ മാക്സിമം പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. താങ്ക് യു സോ മച്ച്.